ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ. യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ. നമ്മുടെ നരച്ച മുടിയൊക്കെ കറക്കുമെന്ന് മാത്രമല്ല, മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അതൊക്കെ മാറാനും മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും നല്ല റിസൾട്ടാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമുക്കിത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ടും പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നാച്ചുറലായിട്ടുള്ള ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു ഇരുമ്പ് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് കരിഞ്ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനിതൊരു അളവ് പറയുന്നില്ല, കാരണം നമുക്കിത് എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും ഇത് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ഒന്ന് ചൂടാവുന്നതിനനുസരിച്ച് ഇതൊന്ന് പൊട്ടി വരും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതൊരു മൂടി വെച്ച് ഒന്ന് മൂടി കൊടുത്താൽ മതി. അപ്പോൾ ഈ കരിഞ്ജീരകം ഒന്നും പുറത്തേക്ക് പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇത് കരിഞ്ഞ് പോകാതെ വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് കേട്ടോ. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് വറുത്തെടുത്താൽ മതി. അപ്പോൾ കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എണ്ണിയാൽ തീരാത്തത്ര ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടോ കരിഞ്ജീരകം. നമുക്ക് എത്ര വലിയ മുടി കൊഴിച്ചിലുണ്ടെങ്കിലും മുടി വളരുന്നില്ല, ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കരിഞ്ജീരകമൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുടി വളരാനും, കരിഞ്ജീരക ഓയിലൊക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം നല്ല മുടി വളർച്ചയൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒന്നാണ് കരിഞ്ജീരക ഓയിൽ. അതുപോലെ തന്നെ നമ്മുടെ നരച്ച മുടിയൊക്കെ മാറി നല്ല ബ്ലാക്ക് കളറാകാനും അകാല നര തടയാനൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ കരിഞ്ജീരകം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അത്രത്തോളം ഗുണങ്ങളുണ്ട് കരിഞ്ജീരകം. പിന്നെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് കേട്ടോ, എങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ നിങ്ങൾക്കിത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇത് തയ്യാറാക്കി സൂക്ഷിച്ച് വെച്ചേക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് എപ്പോഴും ഇതുപോലെ തയ്യാറാക്കി വറുത്ത് എടുക്കേണ്ട ആവശ്യം വരത്തില്ല. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഇതുപോലെ ഒരു 2-3 കരിഞ്ജീരകം കയ്യിലെടുത്ത് വെച്ചിട്ട് ഒന്ന് പൊടിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇതുപോലെ പൊടിഞ്ഞ് വരും. അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കരിഞ്ജീരകമൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇങ്ങനെ പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചൂടോടെ പൊടിച്ചെടുക്കരുത് കേട്ടോ. ചൂട് പോയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക. അപ്പോൾ നമുക്കിനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കരിഞ്ജീരകം ഇവിടെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കരിഞ്ജീരകം നമ്മൾ വറുത്ത് പൊടിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് അതിൽ നിന്ന് ആ ഒരു ഓയിൽ ഇറങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പൊടിച്ചെടുത്ത ആ ഒരു കരിഞ്ജീരകത്തിൻ്റെ പൊടി നമ്മൾ നേരത്തെ ആ കരിഞ്ജീരകം വറുത്തെടുത്ത ആ ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആ മിക്സിയുടെ ജാറിലാണ് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് കുറുകി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പാകത്തിനായിട്ടുണ്ട് കേട്ടോ. നമ്മളെടുക്കുമ്പോൾ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം കേട്ടോ. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ കരിഞ്ജീരകം പൊടിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് ഒട്ടും തരി ഉണ്ടാവരുത് കേട്ടോ അതിൽ. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മളിങ്ങനെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു സമയത്ത് ഇത് തരി പോലെ കിടക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ പൊടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ തരി പോലെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇത് തിളപ്പിച്ച് ഇതുപോലെ കുറുക്കിയെടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ. ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഓയിലൊന്നും ഇല്ലാത്ത മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് തലയിൽ വെച്ചേക്കാനായിട്ട് ശ്രദ്ധിക്കുക. അലർജി ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ. യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അലർജി പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. എല്ലാ പ്രായക്കാർക്കും, കൊച്ചു കുട്ടികൾ മുതൽ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുന്ന സമയത്ത് കരിഞ്ജീരകം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പൊടിച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ പിന്നീട് നമുക്കിത് തയ്യാറാക്കുന്ന സമയത്ത് അതിൽ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തിട്ട് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് ഇതുപോലെ ഡൈ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അത്രയും റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും മുടി വളർച്ച നന്നായിട്ട് ഉണ്ടാവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ കരിഞ്ജീരകം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് വേണ്ടിയും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളിത് ഒരു ദിവസം യൂസ് ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങൾക്കിതൊരു പെർമനൻ്റ് ആയിട്ടൊരു റിസൾട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഒരാഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കുളിക്കുന്നതിന് മുന്നേ ഒരാഴ്ചയെങ്കിലും നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നീട് നമുക്ക് ആ ഒരു ചേഞ്ച് അറിയാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് ഒരു ആഴ്ചയിൽ 1 തവണയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ 2 വീക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് 1 തവണ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാസത്തിൽ 1 തവണയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പറയേണ്ടതിന് നിങ്ങൾക്കറിയാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഒരാഴ്ചത്തേക്ക് നമുക്കിത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ടും പറ്റും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്